നമസ്കാരം. കേരള ടൈംസ് വാർത്തകളിലേക്ക് സ്വാഗതം. ശബരിമല തന്ത്രിസ്ഥാനമൊഴിയാൻ കണ്ഠരര് രാജീവര്. മകൻ ബ്രഹ്മദത്തിനെ ചുമതലപ്പെടുത്തണമെന്ന് ആവശ്യം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം തുടരുന്നതിനിടെ തന്നെ തന്ത്രിസ്ഥാനത്തു നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ട് കണ്ഠരര് രാജീവര് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കത്ത് നൽകി. ആരോഗ്യപരമായ കാരണങ്ങളാൽ ചൂണ്ടിക്കാട്ടിയാണ് കത്ത്. തനിക്ക് പകരം മകൻ കണ്ഠരര് ബ്രഹ്മദത്തിനെ ഈ ചുമതല ഏൽപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതോടൊപ്പം ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ഇന്റർവ്യൂ ബോർഡിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്നും തന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. താഴമൺമഠം കുടുംബത്തിൽ നിന്നുള്ള 2 തന്ത്രിമാർ ഇന്റർവ്യൂ ബോർഡിൽ അംഗങ്ങളാകുന്നതാണ് നിലവിലെ കീഴ്വഴക്കം. രാജീവരുടെ കത്തിന്മേൽ ഏറെ ജാഗ്രതയോടെയാണ് ദേവസ്വം ബോർഡ് നീങ്ങുന്നത്. രാജീവരുടെ പേരിൽ നിലവിൽ ക്രിമിനൽ കേസ് ഉള്ളതിനാൽ ബോർഡ് നിയമവിദഗ്ധരുമായി തീവ്ര ആലോചനയിലാണ്. ബോർഡ് സ്വമേധയാ തീരുമാനമെടുത്താൽ അതിന് നിയമപരിരക്ഷ ഉണ്ടാകില്ലെന്നാണ് വിലയിരുത്തൽ. അതിനാൽ ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിന്റെ നിലപാട് കൂടി അറിഞ്ഞ ശേഷമായിരിക്കും ബോർഡിന്റെ അന്തിമ തീരുമാനം. നിലവിൽ കണ്ഠരര് മഹേഷ് മോഹനരാണ് ശബരിമല തന്ത്രിസ്ഥാനത്തുള്ളത്. കണ്ഠരര് മോഹനരും കണ്ഠരര് രാജീവരുമായിരുന്നു തന്ത്രിസ്ഥാനം മാറി മാറി വഹിച്ചിരുന്നത്. പിന്നീട് മോഹനര് മാറി പകരം മകൻ കണ്ഠരര് മഹേഷ് മോഹനര് ചുമതല എത്തുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ രാജീവരും തന്റെ മകനായ കണ്ഠരര് ബ്രഹ്മദത്തിന് സ്ഥാനം കൈമാറാൻ അനുമതി തേടിയിരിക്കുന്നത്. വരുന്ന മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുതൽ തന്ത്രിസ്ഥാനത്തിന്റെ ഊഴം കണ്ഠരര് രാജീവർക്കായതിനാലാണ് കത്ത് നൽകിയിരിക്കുന്നത്. ശബരിമല കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം 2026 ജനുവരി 9 കണ്ഠരര് രാജീവരെ അറസ്റ്റ് ചെയ്തിരുന്നു. തുടർന്ന് ഏകദേശം 40 ദിവസത്തോളം അദ്ദേഹം ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു. ഫെബ്രുവരി 18 അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. തന്ത്രിക്കെതിരെ ആരോപിക്കുന്ന ക്രമക്കേടുകളിൽ വ്യക്തമായ തെളിവുകളൊന്നും ഹാജരാക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെന്നാണ് ചൂണ്ടിക്കാട്ടിയ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചത്. ഈ ജാമ്യം ഹൈക്കോടതിയും റദ്ദാക്കിയിരുന്നില്ല.